വെക്ക് വെക്ക് അമ്മ മോള് വെക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പൊന്നൂസിന് അമ്മാമ്മയുടെ വക ഗിഫ്റ്റ്, അതിൻ്റെ ഒരു അൺബോക്സിങ് ആട്ടോ ഗായ്സ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കാര്യം എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അമ്മാമ്മ നല്ല സെറ്റപ്പ് ആക്കി പാക്ക് ചെയ്തിട്ടൊക്കെയാണ് സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊന്നൂസിന് ഇപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. ഏറെക്കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ അമ്മാമ്മനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സിൻ്റെ കുറച്ച് ടോയ്സ്, പിന്നെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് ബുക്ക്. അപ്പോൾ ഈ ബുക്ക് കുറച്ച് വെറൈറ്റി ബുക്കാണ്. എന്താ പറയുക, ആ ഒരു ഷേപ്പിലും ആ ഒരു ഇമേജിലും അതിൻ്റെ ഒരു ക്രിയേഷൻ അങ്ങനെയാണ്. ആ ബുക്കിൻ്റെ കുട്ടികളെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ബുക്കാണ്. ഒരു 3-4 പേജുള്ള ഒരു സ്റ്റോറി ബുക്സ് ആണ്. അങ്ങനെ ഒരു 5 ബുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സെപ്പറേറ്റ് സ്റ്റോറീസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിന് പറഞ്ഞ് പയ്യെ ഉടനെ അല്ല പയ്യെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ സ്റ്റോറി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാലും അവർക്ക് കളിക്കാനും ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്സ് മൂവ് ചെയ്യിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ ഈ സ്റ്റോറി ബുക്ക്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ബുക്സ്, വേറെ ബുക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഫുഡ്, ഫ്ലവർ, അങ്ങനെ കുറച്ച് തിങ്സ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ഫുഡാകുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫുഡ് അതൊക്കെ പറഞ്ഞ് നമുക്ക് അവരുടെ പേര് സെപ്പറേറ്റ് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാനായിട്ടാണ് കേട്ടോ ഈ ബുക്ക്. അപ്പോൾ A to Z 26 ബുക്സ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇത് അപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഇപ്പോൾ ഫുഡ്, ഫ്ലവർ, ഷേപ്പ്, നമ്പർ, ആൽഫബറ്റ്സ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പയ്യെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ശരിക്ക് പഠിപ്പിച്ചെടുക്കണം എന്നല്ല, നമുക്ക് പയ്യെ തുടങ്ങേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്, സാധനങ്ങളുമാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പയ്യെ വാങ്ങിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. 2 വയസ്സ് മുതലൊക്കെ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പയ്യെ ഓരോരോ കാര്യങ്ങൾ അതിന് മുന്നേ തൊട്ട് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. 6 months തൊട്ട് ബേബീസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അത്രയും മുന്നൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. നമ്മളിപ്പോൾ 2 വയസ്സ് തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊന്നൂസിന് ഇത് പയ്യെ പറഞ്ഞ് അവരുടെ മനസ്സിൽ പതിയോളം നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കും കുറച്ച് ക്ഷമയൊക്കെ വേണം. നമ്മുടെ മക്കളിത് പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇത്ര കുഞ്ഞിലെ തൊട്ട് അവരത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ച് ക്ഷമയൊക്കെ ആവശ്യമാണ്. അപ്പോൾ പയ്യെ നമുക്ക് നമ്മുടെ മക്കളിത് പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ഈ ടൈപ്പ് ബുക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പിക്ചർ കണ്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ബുക്സ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരെ എന്താ പറയുക, കളിക്കാനും അവർക്ക് അതിനൊപ്പം തന്നെ പഠിക്കാനും പറ്റിയൊരു സംഭവമാണിത്. ഈ ഷേപ്സ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് ആദ്യം കാണിച്ചു കൊടുക്കുക, പിന്നീട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അതുവഴി അവർക്ക് കളിക്കാനും അതിനേക്കാൾ ഉപരി അവർക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു സംഭവം. 3 ട്രേൻ്റെ ഈ ഒരു പാക്കറ്റിൽ ഷേപ്സിൻ്റെ വരുന്നുണ്ട്, ആൽഫബറ്റ്സ് വരുന്നുണ്ട്, നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു കളിക്കാനും ഒപ്പം പഠിക്കാനും പറ്റിയൊരു മാർഗ്ഗമാണ് ഗൈസ്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുന്നേ ഷേപ്സിനെ കുറിച്ച് പഠിച്ചല്ലോ, അതേപോലെ തന്നെ ഇത് വേറൊരു മെത്തേഡിൽ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് റൗണ്ട്, സ്ക്വയർ, ട്രയാങ്കിൾ അങ്ങനെ ഒരു രീതിയിൽ ഈ എന്താ പറയുക അതിൻ്റെ ഹോൾ അനുസരിച്ച് വേണം നമ്മളിത് കറക്റ്റായിട്ട് ഇത് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കളിക്കാനും പഠിക്കാനും പറ്റിയൊരു വേറൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഗൈസ് ഇത്. അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റിൻ്റെ ഫോണിക്സ് ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഏറ്റവും അത്യാവശ്യമാണ്. പക്ഷേ ഒരു 3 വയസ്സ് ആ ഒരു ടൈമിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരാം. അവർ ആ ഒരു
സംഭവങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് അവർക്ക് ഇത് വായിക്കാനും അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ ഒരു ഇമേജ്, ഇതിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് നോക്കിയിട്ട് കഥ മനസ്സിലാക്കാനും വായിക്കാനൊക്കെ എളുപ്പമാണ് സംഭവം. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയൊരു ബുക്കാണ് ഈ ആൽഫബറ്റ് ഫോണിക്സ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ലാംഗ്വേജ് പെട്ടെന്ന് അവർക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും പിന്നെ ആ ഒരു സൗണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടി പറ്റിയൊരു ബുക്കാണ്. A to Z വരെ ഉണ്ട്. ഒരു 26 ബുക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നമ്മുടെ മക്കൾക്ക് ഈ പ്രായത്തിൽ എന്ത് ബുക്കാണോ നമ്മൾ തപ്പി നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് ടോയ്സ് ആണോ വേണ്ടത് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു പാക്കേജാണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യൂബ്സ് ആണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് അടക്കി വെക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കളിക്കാൻ ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗെയിമുമാണ്, ടോയും ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അത് വെച്ച് നമ്മളവരെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് എന്താ പറയുക, ഷേപ്സിൻ്റെ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഷേപ്പിൻ്റെ തന്നെയാണ്. ഈ ഒരു ബോക്സിൽ കുറച്ച് ഷേപ്സ് ഉണ്ട്. ആ ഒരു സൈഡിൽ കാണുന്ന അല്ലെങ്കിൽ ആ പാക്കറ്റിൽ കാണുന്ന ഷേപ്പ് കറക്റ്റായിട്ട് ആ ഷേപ്പിൻ്റെ ഹോളിലേക്ക് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അതാണ് ഈ ഒരു ടോയ്സ് കൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ ഹോളിന് പറ്റിയ ഓരോ ഷേപ്സും ആ പാക്കറ്റിലുണ്ട്. അത് കറക്റ്റായിട്ട് അവർക്കത് രസമായിരിക്കുള്ളൂ. എന്തായാലും ഇത് കളിക്കാൻ പറ്റിയൊരു സംഭവമാണ്. എനിക്കും ഇതൊരു രസമായിട്ടാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ അത്യാവശ്യം ഈ ഒരു 2 വയസ്സ് മുതലൊക്കെ ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ. കൂടുതൽ വേണ്ടാത്ത കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനൊക്കെ നല്ലത് അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടോയ്സും ബുക്സൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പൊന്നൂസിന് എന്തായാലും അനുയോജ്യമായ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.